കോഴിക്കോട് സാമൂതിരിയായിരുന്ന ശ്രീ മാനവേദന് ഊണിലും ഉറക്കത്തിലും ഒരേ ഒരു ചിന്ത. ഒരിക്കലെങ്കിലും കണ്ണനെ ഒന്ന് നേരിട്ടു കാണണം. എന്താണ് മാർഗം? അദ്ദേഹത്തിന് തിരുരൂപം കാണാതെ ഉറക്കമില്ല, ഊണില്ല. പലരെയും വിളിച്ചു വരുത്തി ഉപായം ആരാഞ്ഞു. ചിലർ പറഞ്ഞു, അങ്ങ് വ്രതം നോക്കണം, അല്ലെങ്കിൽ ഗുരുവായൂരിൽ പോയി ഭജനമിരിക്കണം, അതുമല്ല എങ്കിൽ തപസ്സു ചെയ്യൂ. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല. മാനവേദ രാജാവ് രാപ്പകലില്ലാതെ ഈ ചിന്തയിൽ വലഞ്ഞു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന്റെ സദസ്സിലെ വിദ്വാൻമാരിൽ ഒരാൾ അദ്ദേഹത്തെ മുഖം കാണിച്ച് ഇപ്രകാരം പറഞ്ഞു: വില്വമംഗലം എന്നൊരു സ്വാമിയാരുണ്ട്. അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി പൂജാവിധികൾ വിധിപ്രകാരം ചെയ്ത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാം. സ്വാമിയാർ കണ്ണനെ നേരിൽ കാണാൻ കഴിവുള്ള ആളാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. രാജാവ് അപ്രകാരം തന്നെ വില്വമംഗലത്തെ കൊട്ടാരത്തിലേക്ക് ആളെ അയച്ചു വരുത്തി. പാവപ്പെട്ടവന്റെ വീടുകളിൽ മാത്രം കയറി ശീലിച്ച വില്വമംഗലത്ത് സ്വാമിയാർ രാജാവിന്റെ ആജ്ഞ ധിക്കരിക്കുവാൻ വയ്യാതെ ക്ഷണം സ്വീകരിച്ചു. വഴിപ്രകാരം പൂജകളൊക്കെ ചെയ്തു. രാജാവ് അദ്ദേഹത്തെ പട്ടും വളയും നൽകി ആദരിച്ചു. യാത്ര ചോദിച്ച് വില്വമംഗലം ഇറങ്ങിയപ്പോൾ രാജാവ് പുറകെ കൂടി. രാജാവ് പറഞ്ഞു, അങ്ങെനിക്ക് ഒരു സഹായം കൂടി ചെയ്യണം. എനിക്ക് കണ്ണന്റെ ദർശനം വേണം. അതിനെന്താ, ഗുരുവായൂരപ്പനെ ദർശിക്കാമല്ലോ, ഗുരുവായൂരേക്ക് പോന്നോളൂ. സ്വാമിയാർ രാജാവിനോട് മറുപടി പറഞ്ഞു. പക്ഷേ എനിക്കത് പോരാ സ്വാമിയാർ. ഭഗവാനെ നേരിട്ട് കാണാൻ കഴിയുമോ? അങ്ങ് സഹായിക്കുമോ എന്നെ? എനിക്ക് ഊണില്ല, ഉറക്കമില്ല. എനിക്ക് കണ്ണനെ പറ്റിയാണ് ചിന്ത. സ്വാമിയാർ ഓർത്തു, ഇത് ശരി കഷ്ടായല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഒരു നിമിഷം അദ്ദേഹം ധ്യാനത്തിൽ അമർന്നു. ഉൾക്കണ്ണിലതാ ആ മനോഹര രൂപൻ കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് ഓടിക്കളിക്കുന്നു. സ്വാമിയാർ കണ്ണനോട് പറഞ്ഞു, കണ്ണ, എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. രാജാവാണ് പറയുന്നത്. അതും താണു വീണ് അഭ്യർത്ഥിക്കുകയാണ് അവിടുത്തെ രൂപം നേരിൽ കാണാൻ. ഞാൻ എന്തു പറയും? കണ്ണൻ പറഞ്ഞു, സ്വാമിയാർ വിഷമിക്കേണ്ട. എന്നെ കണ്ടാൽ പോരെ രാജാവിന്? ഗുരുവായൂരിലെ എൻ്റെ വാസസ്ഥാനത്തുള്ള ഇലഞ്ഞിച്ചുവട്ടിലാകട്ടെ ഞങ്ങളുടെ കൂടിക്കാഴ്ച എന്ന് അറിയിച്ചേക്കൂ എന്നു പറഞ്ഞ് കണ്ണൻ അപ്രത്യക്ഷനായി. വില്വമംഗലം സ്വാമിയാർ രാജാവിനെ ഈ വിവരം ധരിപ്പിച്ചു. അങ്ങനെ ഗുരുവായൂർ മതിൽക്കകത്ത് ഇപ്പോഴുള്ള കൂത്തമ്പലത്തിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഇലഞ്ഞിമര ചുവട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ദർശനം രാജാവിനുണ്ടായി. മനോഹരമായ ഗോപീചന്ദന കുറിതൊട്ട് ചുരുണ്ടിരുണ്ട കൂന്തൽ മുകളിലേക്കു കെട്ടി അതിൽ പീലി ചൂടി ഈ ലോകത്തെ മുഴുവൻ ഉള്ളിലേക്ക് ആവാഹിക്കുവാൻ ശക്തിയുള്ള പ്രകാശം നിറഞ്ഞ കണ്ണുകളിൽ കരുണ നിറച്ച് പവിഴാധരങ്ങളിൽ സമ്മോഹനകരമായ പുഞ്ചിരിയോടെ ഇലഞ്ഞിമര ചുവട്ടിൽ ഇപ്പോൾ ഞാൻ ഓടിക്കളയുമെന്ന കുസൃതിയോടെ നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടിട്ട് മാനവേദന് സ്വയം അടക്കാൻ കഴിഞ്ഞില്ല. ഓടിച്ചെന്ന് ആ കാർവർണ്ണനെ നെഞ്ചോട് ചേർക്കുവാൻ തോന്നി ഒരു നിമിഷം. ആർത്തിയോടെ അദ്ദേഹം ആലിംഗനം ചെയ്യാനാഞ്ഞപ്പോൾ വില്വമംഗലം ദർശനം തരാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന ഒരശരീരി കേൾക്കുകയും ഭഗവാൻ അപ്രത്യക്ഷമായെന്നുമാണ് ഐതിഹ്യം.